കോഴിക്കോട് അതിരൂപതയുടെ അധ്യക്ഷനായി അവരോധിതനായിരിക്കുന്ന വർഗീസ് ചക്കാലയ്ക്കൽ പിതാവേ, അഭിവന്യ പിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. ഹൃദയവും മനസ്സും ഒരുപോലെ നിറഞ്ഞ് സന്തോഷിക്കുമ്പോൾ വാക്കുകൾ അപ്രസക്തമാകുന്നു എന്നുള്ളതിനാൽ ഞാൻ പ്രസംഗിക്കുവാൻ മുതിരുന്നില്ല. മറിച്ച് വർഗീസ് പിതാവ് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. സിനഡാലിറ്റിയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ സവിസ്തരം പഠിപ്പിച്ചു. ഒരു ബിഷപ്പ് എങ്ങനെയാണ് തൻ്റെ ശുശ്രൂഷ ഈ സിനഡൽ സഭയിൽ നിറവേറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ദീർഘമായി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ബിഷപ്പ് എപ്രകാരമായിരിക്കണം എന്നുള്ളതിന് വാക്കുകൾക്കുപരിയായി നമ്മുടെ വർഗീസ് ചക്കാലയ്ക്കൽ പിതാവിനെ ചൂണ്ടിക്കാണിച്ചാൽ മതി. ഒരു മെത്രാനിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്ന നന്മയുടെയൊക്കെയും സമാഹാരമാണ് പ്രിയപ്പെട്ട വർഗീസ് പിതാവ് എന്ന് നമുക്കറിയാം. ഈ കോഴിക്കോട് അതിരൂപതയോടുള്ള, തലശ്ശേരി അതിരൂപതയ്ക്കെന്നല്ല, കുടിയേറ്റ ജനതയ്ക്ക് മുഴുവനുമുള്ള വലിയ കടപ്പാടും നന്ദിയും ഏറ്റുപറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. 1920-കളിൽ മുതൽ മലബാറിലേക്ക് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറ്റം സംഭവിച്ചപ്പോൾ കോഴിക്കോട് രൂപത സ്വന്തം മക്കളെ എന്നതുപോലെ ഈ കുടിയേറ്റ മക്കളെ ചേർത്ത് നിർത്തുകയും അവർക്ക് ആവശ്യമായതെല്ലാം നിറവേറ്റി കൊടുക്കുകയും ചെയ്തു. കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി സ്വന്തമായി ഒരു രൂപത വേണമെന്ന് റോമിൽ പരിശുദ്ധ സിംഹാസനത്തെ അറിയിച്ചത് കോഴിക്കോട് രൂപതയും അതിൻ്റെ പിതാക്കന്മാരുമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. രൂപതകളുടെ മാതാവ് എന്നുള്ളതിലുപരി ഈ മലബാറിലെ മുഴുവൻ വിശ്വാസികൾക്കും അമ്മയായ കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുന്നതിൽ കുടിയേറ്റ ജനതയുടെ മുഴുവനും സന്തോഷവും അവരുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവന്യ പിതാവിനും കോഴിക്കോട് രൂപതയ്ക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവത്തിനു സ്തുതി.